ഹലോ, വെൽക്കം ബാക്ക് ടു എജു എയ്സ്. ഇന്ന് നമ്മുടെ മലയാളത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ശൈലികൾ, പഴഞ്ചൊല്ല് ശൈലികൾ എന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ വാക്യശുദ്ധി എന്ന ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ പാരഗ്രാഫ് തന്നിട്ട് അതിൽ വാക്യത്തിലെ മീനിങ് ചോദിച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ശൈലികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന ശൈലി ചോദിക്കും എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നിശ്ചിത എണ്ണം ശൈലി ചോദിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഒരുപാട് ശൈലികൾ നമ്മൾ കോമൺ ആയിട്ടുള്ളതൊക്കെ പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ദിവസം ഒരു 10 ശൈലിയെങ്കിലും നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ആശയവും അർത്ഥമൊക്കെ മനസ്സിലാക്കി വെക്കാം. കാണാപ്പാഠം പഠിക്കാൻ പറ്റില്ല, കാരണം സാന്ദർഭികമായിട്ട് അതിൻ്റെ അർത്ഥങ്ങളും മാറുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ഓപ്ഷനിലുള്ളത് വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്നൊരു 10 ശൈലികളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തേത് എണ്ണിച്ചുട്ട അപ്പം, അതായത് പരിമിതമായ വസ്തു എന്നുള്ളതിനുള്ള പ്രയോഗമാണ് എണ്ണിച്ചുട്ട അപ്പം. എണ്ണിച്ചുട്ട അപ്പം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മതി, ഒരു വീട്ടിൽ ഇത്ര ആളുണ്ട്, അപ്പോൾ അത്രയും ആൾക്കാർ എണ്ണിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചുട്ട അപ്പം. അപ്പം അത്രത്തോളം പരിമിതമാണ് വസ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് കച്ച കെട്ടുക എന്നുള്ളത് നമ്മൾ സാധാരണ കേൾക്കുന്നത് ഒരു യുദ്ധത്തിൻ്റെ ഒക്കെ ഒരു ഇതാണല്ലോ നമ്മുടെ ഓർമ്മയിലേക്ക് വരിക. അപ്പോൾ അതിൻ്റെ മീനിങ് സന്നദ്ധമാവുക എന്നാണ്. അടുത്തത് കണ്ണിലുണ്ണി. നമ്മൾ ചില മക്കളെയൊക്കെ നമ്മളിങ്ങനെ അങ്ങനെ ഒരു പ്രയോഗം കൊടുക്കാറുണ്ടല്ലേ, കണ്ണിലുണ്ണിയാണ് അല്ലെങ്കിൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇതാക്കിയതാണെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് വാത്സല്യ ഭാജനം എന്നാണ്. അടുത്തത് ഗുളികാകാലം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയ്ക്ക് സുഖകരമായ ജീവിതമായിരിക്കുക ഇല്ല എന്നുള്ളത്. ആ അസുഖവും മരുന്നും ഗുളികയും ഒക്കെ ഉള്ള ആ ഒരു സമയം നമുക്ക് അപ്പോൾ അതിൻ്റെ മീനിങ് അശുഭവേള എന്നാണ്. അടുത്തത് ചെണ്ട കൊട്ടിക്കുക എന്ന് പറയുമ്പോൾ ചെണ്ട കൊട്ടുകയല്ല, കൊട്ടിക്കുകയാണ്. അപ്പോൾ അപമാനിക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്തത് ദിവാസ്വപ്നം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ മീനിങ് വരുന്നത് പകൽ കിനാവ് എന്നാണ്. പിന്നത്തേത് ഭീഷ്മപ്രതിജ്ഞ എന്നൊക്കെ നമ്മൾ ഇതാക്കുമ്പോൾ കഠിന ശപഥം എന്നാണ് അതിന് മീനിങ് വരുന്നത്. അടുത്തത് വ്യാഴവട്ടം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, 12 വർഷക്കാലമാണ് അല്ലേ. അടുത്തത് ഹരിശ്രീ കുറിക്കുക, അതും നമുക്കറിയുന്നത് തന്നെയാണ്, ആരംഭിക്കുക. അടുത്തത് അവസാനത്തേത് കേളികൊട്ട് എന്ന് പറഞ്ഞാൽ ആരംഭം. നമ്മൾ ഇന്ന് ഈ പറഞ്ഞ 10 ശൈലികളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ശൈലികൾ എന്ന ഹെഡിങ് എഴുതിയിട്ട് അതിൽ എഴുതി വെക്കണം. ഇനി എല്ലാ ദിവസവും നമുക്ക് 10 ശൈലികളെങ്കിലും ചുരുങ്ങിയത് പരിചയപ്പെടണം. അപ്പോൾ ശൈലികൾ എന്ന ഹെഡിങ് എഴുതിയിട്ട് ഈ 10 ശൈലികളും അതിലെഴുതി വെക്കുക. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പരിചയപ്പെടുന്ന ശൈലികൾ അപ്പോൾ തന്നെ പഠിച്ച് പോകുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാം ആകുമ്പോഴേക്കും നമ്മൾ പഠനം എളുപ്പമായി കിട്ടും. ഇപ്പോഴേ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നൊന്നും പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഓരോരോ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് പോയാലേ നമുക്ക് എക്സാം ആകുമ്പോഴേക്കും പഠിച്ച് തീരുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നാൽ വളരെ കുറച്ച് ദിവസം, ഒരു മാസത്തിനടുത്തൊക്കെ നമുക്ക് എക്സാമിനായിട്ട് കിട്ടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഇതൊന്നും കവർ ചെയ്ത് കിട്ടില്ല. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു പോവുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കേട്ടിട്ട് പഠിക്കുന്ന നമ്മളെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.